നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ടൈപ്പ് ചെയ്ത ഒരു ചിക്കൻ കറിയും പാപ്പുട്ട് ഇങ്ങനെയും ഉണ്ടാക്കാമെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ ചിക്കൻ കറി എന്നുവെച്ചാൽ ഈ ഡിഷ് ഒരു പ്രത്യേക തരത്തിൽ ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് ഇതിന് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. നമ്മുടെ മസാലക്കൂട്ടുകളിൽ നമുക്കിഷ്ടപ്പെട്ടത് തോന്നുന്നത് ഇതിൽ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. വളരെ ടേസ്റ്റി ആയിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി ഒന്നുകൂടി ചെയ്ത് കാണിക്കുകയാണ്. പിന്നെ ഈ ചിക്കൻ കറിയുടെ ഗ്രേവി ബൗളിൽ ഒഴിച്ച് വെക്കുന്ന നിങ്ങൾ കണ്ടല്ലോ, അത് കുറച്ച് ലൂസായിട്ടല്ലേ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ തിക്കായിട്ട് വരും. അതുപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റും കൂടിയാണ്. ഈ പാപ്പുട്ടും കറിയും രണ്ടും ഒന്നിച്ച് കാണിക്കുന്നതുകൊണ്ട് രണ്ടും കൂടി മേർജ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് വീഡിയോ. ഈ പാപ്പുട്ടിൽ ആവി മാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവരുമായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു സോറി പറയാണ്. ഞാൻ ഏതാണ്ട് 2 മാസമായി എൻ്റെ ഈ ചാനലിൽ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. എനിക്ക് കുറേ ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ടായിരുന്നു. വീണ്ടും തുടങ്ങുകയാണ്, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ചിക്കൻ കറിയും പാപ്പുട്ട് നമുക്ക് പല വിധത്തിലുണ്ടാക്കാം. ഇത് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തായാലും കാണുക. നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ് ഈ പുട്ടും ഈ ചിക്കൻ കറിയും. ഈ കോമ്പിനേഷൻ ഫുഡ് നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഏത് വിധത്തിലും കഴിക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി കഴിക്കാൻ മടി കാണിക്കേണ്ട, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. കുറച്ച് വലിയ വീഡിയോസ് ആയിരിക്കും ഇത്. 2 വീഡിയോ മേർജ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ ഞാൻ നേരെ റെസിപ്പിയിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ പുട്ടിൻ്റെ പൊടി ഒന്ന് നനച്ച് വെക്കണം. 3 കപ്പ് പുട്ടുപൊടിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്ത് 1 കിലോ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈരും 1 ടീസ്പൂൺ സോൾട്ടും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ അതിലിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഉപ്പ് പിടിക്കാനായിക്കൊണ്ട് മിനിമം ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ച് വെക്കണം. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, കാണുക. ഒരു ബൗളിലോട്ട് സ്റ്റാൻഡേർഡ് കപ്പിന് 3 കപ്പ് നമ്മുടെ പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആദ്യം നമ്മൾ ഒരു 1/2 കപ്പിൽ വെള്ളം എടുത്തിട്ട് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് കലർത്തിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കണം. ഉപ്പ് മിക്സായി. ഇനി 1 കപ്പ് തേങ്ങയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിൽക്കാണ് ചേർക്കാൻ പോകുന്നത്. തേങ്ങ എത്ര വേണമെങ്കിലും ചേർക്കാം, ടേസ്റ്റ് കൂടും. പക്ഷേ 1 കപ്പ് മിനിമം വേണം. അങ്ങനെ 3 കപ്പ് മിൽക്കും 1 കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ശരിക്കും നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുള്ളൂ. 1 കപ്പ് വെള്ളവും പിന്നെ ആദ്യം നമ്മൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് എടുത്തിട്ട് അങ്ങനെ 1.5 കപ്പ് വെള്ളം 3 കപ്പ് മിൽക്കും ഇതിൽ ചേരുന്നുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂർ കുതിരാൻ മാറ്റി വെക്കുക. ഇത് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ കറിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പച്ചയിൽ തന്നെ പൊടിച്ച് മാറ്റി വെക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലും കാഷ്യൂ നട്ട്സും പിന്നെ കുറച്ച് മിൽക്കിൽ അരച്ചെടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. മസാലയ്ക്ക് വേണ്ടി 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, 4 ടീസ്പൂൺ കൊത്തമല്ലി, ഒരു 5 മുളക് നിങ്ങൾ ആവശ്യത്തെ നോക്കി ചേർക്കുക, നിങ്ങൾക്ക് വേണ്ടുന്നത്ര. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 ഏലക്കായ, 5 കറാമ്പൂവ്, ഒരു 2-3 പീസ് കറാമ്പട്ട. ഇത്രയും സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വറക്കൊന്നും വേണ്ട, നമ്മളൊന്ന് മിക്സി ജാറിലിട്ട് ചെറിയ ജാറിലിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത മസാല പൗഡർ റെഡി. ഇതേ മിക്സി ജാറിലോട്ട് 1 ബൾബ് വെളുത്തുള്ളി, 1 ഇഞ്ച് പീസ് ജിഞ്ചറും കൂടെ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത ശേഷം അതേ ബൗളിലോട്ട് നമുക്ക് 1 പിടി പിന്നെ കാഷ്യൂ നട്ട്സ്, പിന്നെ ഒരു പിടീൻ്റെ അടുത്ത് മല്ലിയില, കുറച്ച് മിൽക്കും ചേർത്തിട്ട് ആദ്യം ഒന്ന് പൊടിക്കുക. മല്ലിയിലയും കാഷ്യൂ നട്ടും ഇട്ടൊന്ന് പൊടിച്ചതിന് ശേഷം കുറച്ച് മിൽക്ക് ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ചിക്കൻ കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി. പിന്നെ നമ്മൾ ഒരു വലിയ തക്കാളി വലുതില്ലെങ്കിൽ ഇടത്തരം 2 എണ്ണം വേണ്ടി വരും.
ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു 2 3 സവോള സ്ലൈസ് ചെയ്ത് വെക്കണം. കറി വെളിച്ചെണ്ണയെല്ലാം ചെയ്യുന്ന വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു പിടി സവോള അരിഞ്ഞു വെച്ചായിരുന്നു ഒരു പിടി എടുത്തിട്ട് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. മൂപ്പിച്ച ശേഷം നമുക്ക് പൊടിച്ച് വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴന്ന് 1 മിനിറ്റേ വഴറ്റേണ്ടുള്ളൂ. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് വഴന്ന ശേഷം ക്രമത്തിൽ നമുക്ക് സവോള അരിഞ്ഞ് വെച്ചാൽ അത് ചേർക്കാനുണ്ട്. അതൊന്ന് വഴന്ന ശേഷം നമുക്ക് ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കണം. വഴന്ന് വന്നാൽ നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ ചേർത്ത് കൊടുക്കാന്ന് ടൊമാറ്റോ വെന്തുടയുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് കഴിയുന്നുണ്ട്. 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം. മാരിനേറ്റ് ചെയ്യാൻ മഞ്ഞൾപ്പൊടി, തൈര്, ഉപ്പ് ഇത് മാത്രമാണ് ചിക്കനിൽ ചേർത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ചിക്കൻ മസാല പിടിച്ച് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് പാപ്പുട്ടുണ്ടാക്കേണ്ട പാത്രം വെക്കാം. നമ്മൾ ഇഡ്ലിച്ചെമ്പോ അല്ലെങ്കിൽ ഞാൻ വെക്കുന്നത് അപ്പച്ചെമ്പാണ്, ഇഡ്ലിച്ചെമ്പല്ല. അത് 2 തട്ടുമുണ്ട്. ഞാൻ ഒരു തട്ടിലേ ചെയ്യുന്നുള്ളൂ. മിൽക്കിൽ കുതിർത്ത് വെച്ച റൈസ് പൗഡർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചെമ്പിൻ്റെ ട്രേയിലോട്ട് കുറച്ച് തേങ്ങ വിതറി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഫില്ല് ചെയ്യുക. നമുക്ക് എത്രത്തോളം ഒരു തട്ടിന് വേണോ അത്രത്തോളം ഫില്ല് ചെയ്യാം. ഇതൊരു 3 തട്ടിൽ ചെയ്യാനുണ്ടാവും. കൂടുതൽ കട്ടിയിൽ ഫില്ല് ചെയ്യേണ്ടതില്ല. ഇത് നമുക്കൊരു 3 കപ്പ് അരിപ്പൊടിക്കും ഒരു 3 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 5-6 ആൾക്ക് സഫിഷ്യൻ്റായി കഴിക്കാനുണ്ടാവും. അപ്പച്ചെമ്പിലെ വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തത് ഇതിന് മുകളിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആവി കയറ്റിയാൽ മതിയാവും. നിറയെ ചെറിയ ഹോൾസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവി കയറും. കൊടകിൻ്റെ ഒരു പ്രധാന വിഭവമായിട്ടുള്ള പാപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് പല വെറൈറ്റിയിൽ ചെയ്യാൻ പറ്റും. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പാപ്പുട്ട് വെന്ത് വരുമ്പോഴേക്കും ചിക്കൻ കറി എന്തായി നമുക്ക് നോക്കാം. ഇനി അതിലൊക്കെ ബാക്കിയുള്ള ചേരുവൊക്കെ ചേർക്കാനുണ്ട്. ഇതുവരെ ഞാൻ ചിക്കൻ കറിയിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ്റെ ഒക്കെ വെള്ളം ഊറി വരുന്നുണ്ട്. നന്നായിട്ട് വെന്ത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കാഷ്യൂവും പിന്നെ മല്ലി ഇലയും എല്ലാം കൂടി ഇട്ട് നന്നായി പൊടിച്ച ശേഷം മിൽക്ക് ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ഇനി ഇത് ചേർത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് വേണ്ടുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. പുട്ടെല്ലാകുമ്പോൾ കുറച്ച് കുഴച്ച് കഴിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. കാഷ്യൂ നട്ട്സ് ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറി കുറുകി വരും. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞ് നല്ല തിളക്കാൻ തുടങ്ങിയപ്പം നല്ല മണം, നല്ല മൂക്കിലേക്ക് ചിക്കൻ്റെ നല്ല ഗ്രേവിയുടെയൊക്കെ മണം അടിച്ച് കയറുന്നുണ്ട്. മല്ലിയില ആദ്യം തന്നെ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി റെഡി. ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പാപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15 മിനിറ്റ് ആവശ്യമുള്ളൂ. ഇനി പാപ്പുട്ട് അപ്പച്ചെമ്പന്ന് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തണുക്കാൻ, ആവിയൊക്കെ ഒന്ന് കുറയാൻ വെച്ചതിന് ശേഷം ഇതുപോലെ തട്ടിയെടുക്കാൻ പറ്റും. ശേഷം ഇഷ്ടം പോലെ കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ലൊരു ഡിന്നറുമാണ്. എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കാതിരിക്കരുത്. നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവി ഇപ്പം കുറച്ച് അയവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ലൂസായിട്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് നല്ല തിക്കാവും, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചപ്പാത്തിക്കാവട്ടെ പൊറോട്ടക്കാവട്ടെ നമുക്ക് നാണിനോ ഏതിനും പുട്ടിന് ഇഡ്ഡലിക്ക് എന്തിനും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിലും ഉപരിയായിട്ട് ഊണിന് നല്ലൊരു കറിയാണ്. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കാതിരിക്കരുതേ. ഞാൻ പിന്നെയും പറയാണ്, നല്ലൊരു കറിയാണിത്. എത്ര കുറച്ചിട്ടും ഒരു ലെങ്തി വീഡിയോ ആയിപ്പോയി. ഇത് അങ്ങനെ പറ്റുള്ളൂ, കാരണം ഇത് 2 റെസിപ്പിയാണ് ഒന്നായിട്ട് കൊടുക്കുന്നത്. അല്ലാതെ ഒരെണ്ണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് എടുക്കാമായിരുന്നു. ഇതിപ്പം 2 എണ്ണം ആയതുകൊണ്ട് കുറച്ച് ലെങ്തി വീഡിയോ ആണ്.
നിങ്ങൾക്ക് ഈ ഡിന്നർ അല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഡിന്നർ ഏത് വിധത്തിലും കഴിക്കാൻ പറ്റുന്ന ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നുകൂടെ അത് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.